ഹായ്, ശിവദീക്ഷയുടെ പുതിയ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് സ്ലീവിൻ്റെ എൻഡിങ്ങിലായിട്ട് ചെയ്യുന്ന ഒരു വർക്കാണ്. ഹാങ്ങിങ്സ് പോലെ ഇപ്പോൾ ഒട്ടുമിക്ക ബ്രൈഡൽ ബ്ലൗസിലുമൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് അഫോർഡബിളി ചെയ്തെടുക്കാം എന്നാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. വളരെ കുറച്ച് ബീഡ്സ് മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ. ഞാനിപ്പോൾ ഇതിൽ എടുത്തിരിക്കുന്ന ബീഡ്സൊക്കെ ഇവിടെ കാണിക്കാം. ഇപ്പോൾ ഷുഗർ ബീഡ്സും ക്രിസ്റ്റൽ ബീഡ്സുമാണ് നമുക്ക് അതിന് വേണ്ടിയിട്ട് ആവശ്യം. കുറച്ച് ഷൈനിങ് ആയിട്ടുള്ള ബീഡ്സ് ആണെങ്കിൽ കുറച്ചുകൂടി നമുക്കത് ഭംഗിയാക്കാൻ പറ്റും. അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇനി ക്രിസ്റ്റൽ ബീഡ്സ് ഇപ്പം ഞാൻ റൗണ്ടഡ് ആയിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഡ്രോപ്പ് പോലെയുള്ളതാണ് കിട്ടുന്നതെങ്കിൽ കുറച്ചുകൂടി ഭംഗി അതായിരിക്കും, ഇങ്ങനെ ഒരു ഡ്രോപ്പ് പോലെ ഇരിക്കുമ്പോൾ. അപ്പോൾ എനിക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് മാക്സിമം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു സ്ലീവ് മുഴുവനും ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഒരുപാട് ലെങ്ത്ത് കൂട്ടിയോ അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത്ത് കുറയ്ക്കാനോ പാടില്ല. ഒരു മിനിമം ലെങ്ത്തിലാണ് ഓരോ ഹാങ്ങിങ്സും ഇരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 4 or 5 ബീഡ്സ് മാത്രമാണ് അതിൻ്റെ ലെങ്ത് വൈസ് വരുന്നത്. അപ്പോൾ അടുത്ത സ്ലീവിൻ്റെയും കുറച്ച് ഭാഗം ഒന്ന് ചെയ്തിട്ടുണ്ട്. ബാക്കി എങ്ങനെയാണ് അപ്പോൾ 1 or 2 കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളാണ്. നമുക്കൊരു ഒരല്പം സമയം ഇതിനോട് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ വലിയ വിലയൊന്നും കൊടുത്ത് നമുക്ക് ഇതുപോലെയുള്ള ലേസ് വാങ്ങി ഫിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ചീത്ത വശത്താട്ടോ നമ്മൾ തുന്നി പിടിപ്പിക്കുന്നത്. എല്ലാം ചെയ്യുന്ന പോലെ ചീത്ത വശത്താണ് തുന്നി പിടിപ്പിക്കുന്നത്. ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അതേ നിറത്തിലുള്ള നൂലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ സൂചി എടുത്തിരിക്കുന്നത് നീഡിൽ വന്നിട്ട് ക്രിസ്റ്റൽ ബീഡ് നമുക്ക് സാധാ നോർമൽ നീഡിലും കുഴപ്പമില്ല. പക്ഷേ ഈ ഷുഗർ ബീഡ്സിന് അതിൻ്റേതായിട്ടുള്ള നീഡിൽ തന്നെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബീഡ്സ് കോർക്കുന്നതിനുള്ള നീഡിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന പോർഷൻ്റെ കുറച്ച് ഭാഗം വിട്ടിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. കാരണം ഒന്നുകൂടി ഷേപ്പ് ചെയ്യണമെങ്കിലൊക്കെ ആ ബീഡ്സ് അവിടെ ഉള്ളപ്പോൾ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബാലൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്തിട്ടോ ഓരോ വശം മാർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് മാർക്കൊന്നും ചെയ്യാതെ വെറുതെ അങ്ങ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ 1/4 ഇഞ്ച് വ്യത്യാസമാണ് ഓരോ ഹാങ്ങിങ്സിനും ഇടയിൽ 1/4 ഇഞ്ച് വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. 1/4 ഇഞ്ച് വിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ 4 ഷുഗർ ബീഡ്സ് ഞാൻ കോർത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ക്രിസ്റ്റൽ ബീഡും വീണ്ടും ഒരു ഷുഗർ ബീഡും കൂടി അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നൂലിൻ്റെ ലാസ്റ്റ് പോർഷനിലേക്ക് ഹാങ്ങിങ്ങിൻ്റെ ആ ഒരു പോർഷനിലേക്ക് വെച്ചിട്ട് വീണ്ടും എന്താ പറയുക ഈ ഓരോ മുത്തുകളുടെ ഇടയിലൂടെ നമുക്ക് സൂചി കോർത്ത് കൊണ്ടുവരണം. അപ്പോൾ ലാസ്റ്റിലത്തെ ആ ഒരു ഷുഗർ ബീഡ് ഒഴിച്ച് നിർത്തി ബാക്കി ക്രിസ്റ്റൽ ബീഡിൻ്റെയും മറ്റുള്ള ഷുഗർ ബീഡ്സിൻ്റെ ഒക്കെ ഇടയിലൂടെയാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതവിടെ ലോക്കായിട്ടിങ്ങനെ നിന്നോളും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെയാണ് നമ്മളത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ മുത്ത് ഏറ്റവും ലാസ്റ്റിലത്തെ ഉണ്ടല്ലോ അതൊഴിച്ച് നിർത്തിയിട്ട് ബാക്കി എല്ലാത്തിനും ഉള്ളിലൂടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ തുണിമേ കൂടെ കുത്തി ഇറക്കണം. അപ്പോൾ അതൊന്ന് എന്താ പറയുക സേഫായിട്ട് അവിടെ ഇരുന്നോളും, നല്ല ബലത്തിലത് ഇരുന്നോളും. വേണമെങ്കിൽ നമുക്കൊന്നും കൂടി നൂലിട്ട് ചെയ്യാം, പക്ഷേ അതിൻ്റെ ആവശ്യം ഉണ്ടാവുന്നില്ല. ഇപ്പോൾ തന്നെ അത് നല്ല ബലത്തിലിരുന്നോളും. പിന്നെ അതിൻ്റെ ഉള്ളിലൂടെ വരുമ്പോൾ ചിലപ്പോൾ നൂലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് വലിച്ച് നമ്മൾ ഒരുപാട് സ്ട്രെസ് അതിൽ കൊടുക്കാതെ വലിച്ച് ഒന്ന് ശരിയാക്കി കഴിയുമ്പോൾ ഇപ്പോൾ ഒന്നും കൂടി ഞാൻ ഇതിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നീളത്തിൽ ഹാങ് ചെയ്ത് കിടന്നാലും അത്ര ഭംഗി ഉണ്ടാവില്ല. തീരെ നീളം കുറഞ്ഞു പോയാലും ഭംഗി ഉണ്ടാവില്ല. എനിക്ക് ഒരു ലെങ്ത്താണ് ഇഷ്ടം. അപ്പോൾ ഇനി ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് വീണ്ടും മുകളിലേക്ക് കുത്തിയെടുക്കണം. അതിന് ശേഷം വീണ്ടും ഇതുപോലെ 4 ഷുഗർ ബീഡ്സും അത് നമ്മുടെ നീളം നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്.
ഷുഗർ ബീഡ്സും അതുപോലെ തന്നെ ക്രിസ്റ്റൽ ബീഡ്സും വീണ്ടും ഒരു ഷുഗർ ബീഡും കൂടി ആഡ് ചെയ്തിട്ട് ഗെയിൻ നമ്മൾ ചെയ്ത പ്രോസസ്സ് തന്നെ വീണ്ടും ആവർത്തിച്ച് ചെയ്യാം. അപ്പോൾ എത്ര എണ്ണമൊക്കെ എടുക്കണം എന്നുള്ള കാര്യമൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്കെടുത്ത് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഇതിൽ തന്നെ ബാക്കിയും ചെയ്യാം. അപ്പോൾ എല്ലാം ഒക്കെ ഒരു ഈവൻ പോലെ ആയിക്കോളും. അതല്ലാന്നാണെങ്കിൽ പലതും പല ലെങ്ത്ത് വരുമ്പോൾ അത് അത്ര ഭംഗി ഉണ്ടാവില്ല. അല്ലെങ്കിൽ നടുഭാഗം കണ്ട് കുറച്ച് ലെങ്ത്ത് കൂട്ടിയിട്ടോ അങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ ഒരു ബ്ലൗസ് നമ്മൾ പ്രിൻസസ് കട്ടായിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ബ്ലൗസിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രിൻസസ് കട്ടായിട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ നെക്കിലോ ബാക്കി എവിടെയും ഒരു വർക്കൊന്നും കൊടുത്തിട്ടില്ല. ഒരു ബ്രൊക്കേഡ് മെറ്റീരിയലാണ് അതിന്. അപ്പോൾ നമ്മൾ സ്ലീവിൽ മാത്രം ചെറിയൊരു വർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഇതെല്ലാത്തിലും നമ്മൾ എപ്പോഴും ബ്രൈഡൽ ബ്ലൗസുകളിലൊക്കെ ഇങ്ങനെ കണ്ടുവരുന്നതാണ്. അപ്പോൾ എന്നാൽ ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി. കണ്ടല്ലോ, വീണ്ടും നമ്മൾ ആ മുകളിലുള്ള ഷുഗർ ബീഡിനെ മാറ്റി നിർത്തിയിട്ട് ബാക്കി എല്ലാത്തിലൂടെയും സൂചി എടുത്തുകൊണ്ട് വരാണ്. അപ്പോൾ കണ്ടോ, ചെറുതായിട്ട് നൂലൊക്കെ അവിടെ ഇവിടെയൊക്കെ പിടിച്ച് നിൽക്കുക. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് വലിച്ച് വീണ്ടും ഒന്ന് ഇതാക്കുമ്പോഴത്തേനും ആ നൂല് മൊത്തത്തിൽ ഇങ്ങോട്ട് താഴേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രൊസീജിയറിലാണ് നമ്മൾ ബാക്കിയെല്ലാം ചെയ്തെടുക്കുന്നത്. ലാസ്റ്റ് വരുമ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു കുറച്ച് ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചോ നമ്മളവിടെ ഒന്ന് വിടണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഷേപ്പ് ആക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിങ്ങനെ മറഞ്ഞിരിക്കുന്ന ഭാഗമുള്ള അവിടെ ഇല്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഒന്ന് ഷേപ്പ് ആക്കണമെങ്കിൽ പിന്നെ അവിടുത്തെ ആ ബീഡ്സൊന്നും കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നൊരു 1/2 ഇഞ്ച് മാറ്റിയിട്ടാണ് ഞാൻ തുന്നിയേക്കുന്നത്. അപ്പോൾ ഇതും ഫുള്ളായിട്ട് തുന്നിയിട്ട് എങ്ങനെയാണെന്ന് കാണിക്കാവേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ലേസ് ഒരുപക്ഷെ നമുക്ക് ഇത്രയും ഒരു ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടില്ല. അതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന കളറുകളിൽ കിട്ടില്ല. പെർ മീറ്റർ 140 150 ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ കാര്യം നമുക്കൊരു മീറ്റർ ഇതിന് ആവശ്യം വരില്ല, കുറച്ചേ മതിയാവും. പക്ഷേ എന്നാലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്കിതൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ വർക്ക്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയാവും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്രയൊക്കെയാണ് നമുക്ക് ആ ഒരു ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, പ്രിൻസസ് കട്ടായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിരുന്നു ഇതിൻ്റെ. പിന്നെ വേറെ ഇതിന് നെക്കിലോ എങ്ങും വേറെ ഒരു വർക്കൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ സ്ലീവിൽ മാത്രമാണ് ഒരു സിമ്പിൾ വർക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നമ്മുടെ ഒരു പുതിയ തുടക്കമാണ്. നമ്മളെ ഹെൽപ്പ് ചെയ്യുക, നമ്മളെ മുന്നോട്ട് പോകാൻ സഹായിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണം. ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായി. ആ ബീഡ്സിൻ്റെ ഗ്ലിറ്ററിങ് തന്നെയാണ് വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. പിന്നെന്താ, ഇനിയും എന്ത് ടൈപ്പ് വീഡിയോസാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? സ്റ്റിച്ചിങ്ങിൻ്റെ ആയാലും കുറേ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. താങ്ക് യു.